എല്ലാവരും ഒരു ഹാപ്പി സ്മൈൽ ചെയ്യൂ നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂർ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെ രാവിലെ ചൂട് ചായ കുടിക്കാൻ ആഹാ എന്താ ഒരു രസം. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ. ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, 5 മിനിറ്റിൽ മാവ് റെഡിയാണ് എന്ന് മാത്രമല്ല ടേസ്റ്റ് അതിഗംഭീരമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് റവ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നല്ല ഫൈനായിട്ടുള്ള എന്നുവെച്ചാൽ വലിയ വലിയ തരിയുള്ളതല്ല, ചെറിയ ചെറിയ തരിയുള്ള റവ 1 കപ്പ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ, ഇതിലേക്ക് 2 സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാൻ മറന്നുപോയി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി വരുന്നത് നമ്മുടെ ദോശമാവിനെ നല്ല സുന്ദരിക്കുട്ടിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില, അതില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല, എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളി, ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് അതിടാം, അല്ലെങ്കിൽ സവാള ഇഷ്ടമുള്ളവർക്ക് അതിടാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത്. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, ഇത്രയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല സംഭാരം ഉണ്ടാക്കില്ലേ, സംഭാരം ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു അത്രയും വെള്ളമായിട്ട് വേണം ഈ ഒരു മാവ് നമുക്ക് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ സംഭാരം എന്നുള്ളത് മനസ്സിൽ കണക്കാക്കിയിട്ട് കലക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വെള്ളമായിട്ടുള്ള ബാറ്റർ റെഡിയായി കിട്ടും. എന്നിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഓക്കെ, ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഗ്രീൻ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. നല്ല പച്ച കളറിലുള്ള നല്ല എരിവും അത്യാവശ്യം പുളിയൊക്കെയുള്ള ഗംഭീര ചട്നി. ഓക്കെ, അതിന് വേണ്ടത് ഒരു 1/2 മുറി തേങ്ങയും, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പുതിനയും മല്ലിയിലയും 1 പച്ചമുളകുമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ഇതിനൊരു പുളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ തൈരാണ് വേണ്ടത്. അങ്ങനെ എല്ലാം കൂടി കറക്കിയെടുത്താൽ ഇതുപോലെ നല്ല ചട്നി റെഡിയായി കിട്ടും. പച്ചക്കളർ ഇത്തിരി കുറഞ്ഞു പോയോ എന്ന് ഡൗട്ടുണ്ട്. വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചട്നിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ ബാറ്റർ എടുത്തിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. എന്നിട്ട് നമ്മുടെ ദോശമാവ് ഒന്നുകൂടെ കലക്കേണ്ടി വരും, കാരണം പൊടിയൊക്കെ താഴെ പോയിട്ടുണ്ടാവും. എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കലക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് വരും. ഉള്ളിയുടെയും പിന്നെ നമ്മുടെ മല്ലിയിലയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൽ കലങ്ങി വന്നോളും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം, നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ. ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ പരത്തല്ല വേണ്ടത്, ജസ്റ്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഗ്യാപ്പുകളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് വേണ്ടത്. കാരണം പരത്താൻ നിന്നാൽ കുളമായി പോകും, നടക്കില്ല, അതാണ്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വരും കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഈ ഒരു ദോശക്കല്ല് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വരും, ഷേപ്പിലൊക്കെ വരും. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സാധാരണ ദോശക്കല്ലായതുകൊണ്ടാണ് ഷേപ്പൊക്കെ കോഴിക്കോടും തിരുവനന്തപുരം കണ്ണൂരൊക്കെ ആയി പോയിരിക്കുന്നത്, അത് ക്ഷമിക്കണം. എന്തായാലും ടേസ്റ്റ് ഗ്യാരണ്ടിയാണ്, ഗംഭീരമാണ്. ഇങ്ങനെ ദോശ കഴിച്ചാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെയും കഴിക്കൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശമാവ് വാങ്ങണ്ട, വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു ദോശമാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിടിലമായിട്ടുള്ള മൊരിഞ്ഞ ദോശ കഴിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ആ ഗ്രീൻ ചട്നിയും ഇതിൻ്റെ കൂടെ ബെസ്റ്റാണ് കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി നമുക്ക് എന്തായാലും 2-3 ദോശകളും കൂടി ഉണ്ടാക്കാം, എന്നിട്ട് കഴിച്ച് നോക്കാം. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പരത്താൻ നിൽക്കരുത്, കാരണം ബാറ്റർ നമ്മൾ സംഭാരത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് പരത്തൽ നടക്കില്ല. ഇതുപോലെ ഒഴിച്ചിട്ട് ആ ഹോളുകളിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് മൊരിഞ്ഞ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. എന്നിട്ട് നന്നായിട്ട് ആ ചുവന്നുള്ളിയുടെയും പിന്നെ മല്ലിയിലയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പച്ച ചട്നിയുടെ കൂടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ കഴിച്ച് നോക്കാം. ഓക്കെ, റെഡിയാണോ? നല്ല കനം കുറഞ്ഞ മൊരിഞ്ഞ ദോശ. ഇത് മിക്കവാറും നിങ്ങളൊരു സാധാരണ ദോശ 3 കഴിക്കുന്നവർ ഇതൊരു 5 കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം അത്രയും ടേസ്റ്റാണ്. എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബാക്കിയുള്ള വീഡിയോസും വാച്ച് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.